ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ സെലിബ്രേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ സെലിബ്രേഷൻ ഒന്നുമല്ല, നമ്മൾ വീട്ടുകാർ മാത്രമുള്ള ഒരു ചെറിയ സെലിബ്രേഷൻ. അപ്പൂസിൻ്റെ 6th ബർത്ത്ഡേ ആയിരുന്നു ഫെബ്രുവരി 20-ന്. അപ്പോൾ അതനുസരിച്ച് രണ്ടുപേർക്കും ചോക്ലേറ്റ് കേക്ക് വേണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇതേപോലെയുള്ള 2 വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ സീവ് ചെയ്തെടുക്കാൻ വേണ്ടി അത്യാവശ്യം വലിയ പാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 kg കേക്കാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം 2 കപ്പ് മൈദ ഞാൻ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 കപ്പ് കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഇത്രയും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് 3 തവണ നന്നായിട്ട് സീവ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫുൾ വീഡിയോ കാണിക്കുന്നില്ല. ഇതേപോലെ അരിപ്പയ്ക്കകത്ത് വെച്ചിട്ട് നമ്മൾ 3 തവണ നന്നായിട്ട് സീവ് ചെയ്ത് മാറ്റി നമ്മൾ ആദ്യം തന്നെ നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ സീവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ച് വെക്കണം. അപ്പോൾ ഞാൻ 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് നമുക്ക് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു വലിയ ബൗളിലേക്ക് 2 മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള അത്യാവശ്യം വലിപ്പമുള്ള 2 മുട്ട ആയതുകൊണ്ട് 2 വീതമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മുട്ടയുടെ എണ്ണം കൂട്ടിയും കുറച്ചും കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 മുട്ടയിൽ കുറയാൻ പാടില്ല. 3-4 മുട്ടയാണല്ലോ എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ബട്ടർ ചേർക്കുന്നതുകൊണ്ട് തന്നെ 2 മുട്ട മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം മുട്ടയൊന്ന് ബീറ്റായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പോഴത്തേക്കും നമുക്ക് കുറേശ്ശെ ആയിട്ട് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഡിപ്പെൻഡാണ്. അപ്പോൾ നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അതല്ല 1 കപ്പ് മതിയെങ്കിൽ 1 കപ്പ് ചേർത്താൽ മതിയാവും. ഞാനിവിടെ കുട്ടികൾക്കായതുകൊണ്ടാണ് പഞ്ചസാര കുറച്ച് പ്രിഫർ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന ഒരു ബട്ടറും കൂടി, മെൽറ്റായിട്ടുള്ള ബട്ടറാണ്, നമ്മൾ റൂം ടെമ്പറേച്ചർ വെച്ചിരിക്കുന്ന ബട്ടറാണ്. അത് നമുക്കൊന്ന് ഒരു 2 ടേബിൾ സ്പൂൺ കാണും. അതുകൊണ്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. അതേപോലെ ഞാൻ ഒരു 1 ടേബിൾ സ്പൂണോളം ഒരു സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ബട്ടർ വേണ്ട എന്നുള്ളവർക്ക് നമുക്ക് ബട്ടർ അവോയ്ഡ് ചെയ്യാം. അപ്പം ഞാൻ കുട്ടികൾക്ക് വേണ്ടുന്ന കേക്ക് ആയതുകൊണ്ട് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് ഞാനൊന്ന് ബീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്കെന്നിട്ട് അതേപോലെ തന്നെ കുറേശ്ശെ ആ മിക്സിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മൈദ കൊക്കോ പൗഡർ മിക്സ് നമുക്ക് ഇതേപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കൺസിസ്റ്റൻസി കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട പാല്, റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന തിളപ്പിച്ചാറിയ പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസി, ഇതിനെ നമ്മൾ റിബൺ കൺസിസ്റ്റൻസി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ റിബൺ പോലെ ഇങ്ങനെ വീഴണം. അപ്പോൾ അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആകുന്നിടം വരെ നമുക്ക് ഇതേപോലെ സാവകാശം ഫോൾഡ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പറൊക്കെ നേരത്തെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസും ഒക്കെ ഒന്ന് പോകാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് ഞാൻ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറേശ്ശെ ആയിട്ടാണ് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു 35 മിനിറ്റ് നേരം 160 ഡിഗ്രിയിൽ ഞാനൊന്ന് ഓവനിൽ വെക്കുന്നുണ്ട്. മൊത്തം ഞാനിവിടെ കേക്ക് മൊത്തം എടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഒരു 45 മിനിറ്റ് നേരം എടുത്തിട്ടുണ്ടായിരുന്നു. 45 മിനിറ്റിൽ 160 ഡിഗ്രിയിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്ത് എടുത്തത്.
ഇനി നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നമ്മൾ എടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടുന്ന ക്രീം റെഡിയാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് നമുക്കതൊന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തതിന് മുന്നേ ആയിട്ട് നമ്മുടെ പാത്രവും നമ്മുടെ ബീറ്റർ ചെയ്യുന്നതും കൂടെ നമ്മളതൊന്ന് ഫ്രിഡ്ജിനകത്താക്കി നന്നായിട്ടൊന്ന് തണുപ്പിച്ച ശേഷമാണ് ഞാനൊന്ന് ബീറ്റ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ, ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ കൊക്കോയുടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയും ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് കളർ തന്നെ മതിയെന്നുള്ളതെങ്കിൽ കൊക്കോ പൗഡർ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് വൈറ്റ് കളർ തന്നെ ക്രീം ആക്കിയെടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ ബാക്കി വെച്ചിരുന്ന പഞ്ചസാര 2 കപ്പ് പഞ്ചസാര പൊടിച്ചതിൽ 1.5 കപ്പ് നമ്മൾ ആദ്യം ചേർത്തിരുന്നുള്ളൂ. അതിൻ്റെ ബാക്കി പഞ്ചസാരയും കൂടെ ഞാൻ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ നമുക്ക് ഓരോരുത്തരും ഡിപ്പെൻഡാണ്. അപ്പം മധുരം വേണ്ട, കുറച്ച് മതി എന്നുള്ളവർക്ക് നമുക്ക് ഈ ഒരു പഞ്ചസാരയുടെ സ്റ്റെപ്പൊക്കെ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ ഇതുപോലെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ നമുക്ക് കിട്ടണം. ഇനി കേക്കിൻ്റെ ബോർഡൊന്ന് എടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ 3 ലെയറായിട്ടാണ് നമ്മുടെ കേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ലെയർ ഞാൻ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് നന്നായിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതല്ല കുറച്ച് മതിയെങ്കിൽ കുറച്ച് മാത്രമായിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിലേക്ക് ഞാൻ ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തത് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഫില്ല് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സ്ട്രോബെറി സിറപ്പും കൂടി നമുക്കിതെല്ലാം സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നെക്സ്റ്റ് ലെയർ വെച്ചു. അങ്ങനെ ഓരോ 3 ലെയറും ഞാൻ വെച്ച് കൊടുത്ത് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ രൂപത്തിൽ ഞാനൊന്ന് ക്രീമൊക്കെ തേച്ച് അപ്പോൾ ഞാൻ ഒരു ഓവർനൈറ്റ് ഫുള്ള് ഞാൻ ഫ്രിഡ്ജിൽ ഇതേപോലെ തന്നെ വെച്ചിട്ട് പിറ്റേന്നാണ് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞ കേക്കിൻ്റെ ഇതാണ്. അപ്പം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പം എല്ലാവരും ഇത് റെഡിയാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ വീണ്ടും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.